വാർത്താ ബുള്ളറ്റിൻ. കേരളത്തിൽ SIR സിസ്റ്റമാറ്റിക് ഇന്റേണൽ റിവ്യൂ നടപടികൾക്ക് തുടക്കം. 2.78 കോടി ഫോമുകൾ അച്ചടിക്കുന്നു. വിതരണം നവംബർ 4 മുതൽ. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള SIR നടപടികളിലേക്ക് കേരളവും കടന്നു. 2025-ലെ വോട്ടർ പട്ടികയിലുള്ള 2.78 കോടി പേർക്ക് വിതരണം ചെയ്യാനുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ അച്ചടി ആരംഭിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു കേൽക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അറിയിച്ചു. നവംബർ 4 മുതൽ BLOമാർ വീടുകളിലെത്തി ഈ ഫോമുകൾ വിതരണം ചെയ്യും. ഫോം വിതരണവും തിരികെ വാങ്ങലും ഡിസംബർ 4 വരെ നീളും. ഈ ഘട്ടത്തിൽ മറ്റ് സൂക്ഷ്മ പരിശോധനകളൊന്നും ഉണ്ടാകില്ല. എന്യൂമറേഷൻ ഫോം നൽകുന്ന എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. തുടർന്നാണ് ആക്ഷേപങ്ങൾ സ്വീകരിക്കലും തുടർ പരിശോധനകളും. ഇതുവരെ 1951 മുതൽ 2004 വരെ 8 തവണയാണ് SIR നടന്നിട്ടുള്ളത്. ഒറ്റനോട്ടത്തിൽ പ്രധാന വിവരങ്ങൾ. അടിസ്ഥാനം 2002-ലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ. രേഖകൾ ആവശ്യമില്ലാത്തവർ 2002-ലെയും 2025-ലെയും പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതിയാകും. മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ട. രക്ഷിതാക്കളുടെ വിശദാംശങ്ങൾ 2025-ലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ 2002-ലെ പട്ടികയിൽ ഇല്ലാത്തവരുമായവർ, അവരുടെ മാതാപിതാക്കൾ 2002-ലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട. ഫോമിൽ മാതാപിതാക്കളുടെ വോട്ടർ വിശദാംശങ്ങൾ സൂചിപ്പിക്കണം. രേഖകൾ ആവശ്യമുള്ളവർ, വ്യക്തിയോ മാതാപിതാക്കളോ 2002-ലെ പട്ടികയിൽ ഇല്ലാത്തവർക്ക് മാത്രമാണ് കമ്മീഷൻ നിർദ്ദേശിച്ച 12 രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടി വരിക. വീടുകൾ കയറിയുള്ള വിവരശേഖരണ ഘട്ടത്തിൽ രേഖകൾ നൽകേണ്ടതില്ല. പിന്നീട് നോട്ടീസ് ലഭിക്കുമ്പോൾ മതിയാകും. ഫോം വിതരണം. ബാർകോഡും പഴയ ഫോട്ടോയും അച്ചടിച്ച എന്യൂമറേഷൻ ഫോമുകളാണ് BLOമാർ വീടുകളിലെത്തിക്കുന്നത്. പ്രവാസികൾക്ക് നേരിട്ട് ഫോം സമർപ്പിക്കാൻ കഴിയാത്ത പ്രവാസികൾക്കും മറ്റുള്ളവർക്കും അടുത്ത ബന്ധുക്കൾ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതിയാകും. ഓൺലൈൻ സൗകര്യം. നവംബർ 5 മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. SIR സമയപ്പട്ടിക. നവംബർ 3 വരെ അച്ചടി. BLOമാരുടെ പരിശീലനം. നവംബർ 4, ഡിസംബർ 4 വീടുതോറും BLOമാരെത്തിയുള്ള ഫോം വിതരണം, വിവരശേഖരണം. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം. ഡിസംബർ 9, ജനുവരി 8 ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കും. ഡിസംബർ 9, ജനുവരി 31 ഹിയറിംഗ്, രേഖകളുടെ പരിശോധന. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം. റേഷൻ കാർഡ് പരിഗണിച്ചില്ല. തിരിച്ചറിയൽ രേഖകളുടെ കൂട്ടത്തിൽ റേഷൻ കാർഡ് ഉൾപ്പെടുത്തണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം കമ്മീഷൻ പരിഗണിച്ചില്ല. റേഷൻ കാർഡ് കേന്ദ്രം നിഷ്കർഷിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. SIR ആരെയും ഒഴിവാക്കാനല്ല, യോഗ്യരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്താനാണ്. 2002-ൽ 2.24 കോടി വോട്ടർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് 2025-ൽ ഇത് 2.78 കോടിയാണ്. 90% പേർക്കും രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ടിവരില്ല. ശേഷിക്കുന്ന 10% പേർക്ക് മാത്രമാണ് 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടി വരിക. ഒരു BLOക്ക് കീഴിൽ 1200 വോട്ടർമാർ എന്ന നിലയിലാകും ക്രമീകരണം. ഇതിനായി 6300 ഓളം പുതിയ BLOമാരെ നിയമിക്കേണ്ടിവരും. മന്ത്രിസഭാ യോഗതീരുമാനം. 5-ന് സർവകക്ഷി യോഗം. സംസ്ഥാനത്ത് തിടുക്കപ്പെട്ടുള്ള SIR നടപടികളെ എതിർക്കുന്നതിന്റെ ഭാഗമായി നവംബർ 5-ന് വൈകിട്ട് 4-ന് സർവകക്ഷി യോഗം വിളിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയാകുന്ന ഈ നീക്കത്തിനെതിരെ നിയമസഭ ഐകണ്ഠ്യേന പ്രമേയം പാസാക്കിയതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രാവർത്തികമല്ലെന്ന് സംസ്ഥാനത്തെ മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2002 വോട്ടർ പട്ടിക ലഭിക്കാൻ ആദ്യ കമന്റിൽ ലിങ്ക്. കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.